അപ്പൊ ബൈജു ചേട്ടാ, അപർണ, നിങ്ങളുടെ ഡ്രീം ഹോം നമ്മളെല്ലാം ഓടി നടന്ന് കണ്ടു കഴിഞ്ഞു. വളരെ ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ഭയങ്കര പോസിറ്റീവ് എനർജി ഉള്ള ഒരു വീടാണ്. ആൻഡ് എടുത്തു പറയേണ്ടതെന്ന് വെച്ചാൽ ഇപ്പം നമ്മൾ പ്രത്യേകിച്ച് നമ്മൾ മലയാളികൾക്കൊക്കെ ഒരു വീട് വെക്കണമെന്നൊരു ആഗ്രഹം തോന്നുമ്പോൾ നമ്മളിങ്ങനെ ഒരുപാട് കാര്യങ്ങൾ സെർച്ച് ചെയ്യാറുണ്ട്. ആരെ ഏൽപ്പിക്കണം, ആരെ നമ്മുടെ ഐഡിയാസ് ഒക്കെ അവരോട് കമ്മ്യൂണിക്കേറ്റ് ചെയ്യാൻ പറ്റും. നല്ലൊരു ബെസ്റ്റ് ടീമിനെ കിട്ടുക എന്ന് പറയുന്നതാണ് ഏറ്റവും ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഫസ്റ്റ് സ്റ്റെപ്പ് എന്ന് പറയുന്നത്. അപ്പൊ എങ്ങനെയാണ് IQ ആർക്കിടെക്ചർ ഡിസൈൻസ് ആൻഡ് കൺസ്ട്രക്ഷനിലേക്ക് നിങ്ങൾ എത്തിപ്പെട്ടത്? അതൊരു നല്ല ക്വസ്റ്റ്യൻ ആണ്. അപ്പൊ ഞങ്ങള് എഞ്ചിനീയേഴ്സ് ആയതുകൊണ്ട് നമ്മുടെ പണി എന്ന് പറയുന്ന കൂടുതലും ലാപ്ടോപ്പിന് മുമ്പിലൊക്കെയാണ്, നെറ്റ്വർക്കിങ്ങിലൊക്കെയാണ്. അപ്പം നമ്മൾ ആദ്യം തന്നെ നമ്മൾ ഗൂഗിളിൽ സെർച്ച് ചെയ്തു. അപ്പം നമ്മുടെ താമസിക്കുന്ന അടുത്തായിട്ടുള്ള ഏതെങ്കിലും നല്ല ബിൽഡേഴ്സ് എങ്ങനെയായിരിക്കും, എത്ര ബിൽഡേഴ്സ് ഉണ്ടെന്നൊക്കെ ഉള്ളത് നമ്മളൊരു ലിസ്റ്റൊക്കെ എടുത്തിട്ട് നമ്മൾ കോൺടാക്ട് ചെയ്തു. അപ്പം IQവിനെ കുറിച്ച് നമ്മൾ ശരിക്കും അറിയുന്നത് ഗൂഗിളിൽ നിന്നാണ്. അപ്പം നമ്മുടെ വീടിന് അടുത്ത് തന്നെയാണ് ഇവരുടെ ഓഫീസും ഉള്ളത്. അപ്പം അത് തന്നെയായിരുന്നു നമുക്കൊരു ഫസ്റ്റ് എന്ന് വെച്ചാൽ നമുക്ക് എപ്പോഴും പോയിട്ട് സംസാരിക്കാനും വേണ്ടി ഒരു ആക്സസിബിലിറ്റി ആണ് നമ്മൾ ആദ്യമേ നോക്കിയത്. പിന്നെ നമ്മൾ ഫോൺ നമ്പർ ഫോണിൽ വിളിച്ചു. ഇപ്പം വിളിച്ചപ്പം എടുക്കുന്നത് ശരിക്കും പറഞ്ഞാൽ അനൂപ് തന്നെയാണ് എടുക്കുന്നത്. അപ്പം എടുത്തിട്ടുള്ള ഫസ്റ്റ് ടോക്ക് തന്നെ ഭയങ്കര ഒരു പോസിറ്റീവ് വൈബായിരുന്നു. അപ്പം നമ്മൾ ഇതിന് മുന്നേ 1-2 ബിൽഡേഴ്സിനെ വിളിക്കുമ്പോൾ അവർ പറഞ്ഞു നേരിട്ട് വന്ന് കാണണം, അല്ലെങ്കിൽ സൈറ്റ് കാണണം എന്നൊക്കെയാണ് നമ്മൾ ആദ്യം പറഞ്ഞത്. നമ്മൾ കുറച്ച് ഡീറ്റെയിൽസ് ഒക്കെ ചോദിക്കുമ്പോൾ അവർ പറയാം ഇപ്പം പറയാൻ പറ്റത്തില്ല, ഫോണിലൂടെ പറയാൻ പറ്റത്തില്ല എന്നൊക്കെ അങ്ങനെ നെഗറ്റീവ് ഫീൽ ആദ്യമേ എനിക്ക് വേറെ ബിൽഡേഴ്സിൽ നിന്നുണ്ടായി. പക്ഷേ അനൂപിനെ വിളിച്ചപ്പോൾ തന്നെ ആള് ഡീറ്റെയിൽസ് ഒക്കെ ഫോണിൽ കൂടെ തന്നെ പറയാൻ വേണ്ടി റെഡിയാണ്. അപ്പോൾ അത് എനിക്കൊരു പോസിറ്റീവായിട്ട് ഫീൽ ചെയ്തു. അപ്പോൾ അതിനുശേഷം നമ്മൾ ഓഫീസിൽ പോയി കണ്ടു. അപ്പോൾ ഓഫീസിൽ പോയി കണ്ടപ്പോൾ ആൾ ചോദിച്ചു എന്താണ് നിങ്ങളുടെ പ്ലാന്, നിങ്ങൾക്ക് എന്തെങ്കിലും ഐഡിയാസ് ഉണ്ടോ, ഒരു അങ്ങനെ. അതായത് നമ്മളോടാണ്, അതായത് ക്ലയന്റിനോടാണ് കാര്യങ്ങൾ പുള്ളി ഇങ്ങനെ ആള് നിങ്ങളുടെ റിക്വയർമെന്റ്. അപ്പൊ ബൈച്ചന്റെ അപർണയുടെ റിക്വയർമെന്റ്സിന് പ്രയോറിറ്റി കൊടുത്തു. അപ്പം നമ്മൾക്ക് ഞാൻ പറഞ്ഞില്ല, നമ്മുടെ വീട് എങ്ങനെയുള്ളതിന്റെ ഐഡിയ മാത്രമാണ് നമ്മുടെ കയ്യിലുള്ളത്. അപ്പോൾ നമ്മളിങ്ങനെ റിക്വയർമെൻറ്റ്സുകൾ പറഞ്ഞു. നമുക്ക് താഴെ ഒരു റൂമാണ് വേണ്ടത്, മെയിൻ ഹാള് വേണം, ഡൈനിങ് ഹാള് വേണം, 2 കിച്ചൺ വേണം, പിന്നെ ബുദ്ധൻ വെക്കാനുള്ള പ്ലേസ് വേണം, ഒരു ഈ പറയുന്ന പോലെ പ്രയർ യൂണിറ്റിനും പിന്നെ TV സ്റ്റാൻഡ് തിരിക്കാൻ വേണ്ടിയുള്ള സെറ്റപ്പുകളൊക്കെ വേണം. അങ്ങനെയുള്ള നമ്മുടെ ഇൻപുട്ടുകളൊക്കെ അങ്ങോട്ട് പറഞ്ഞു. ഇതെല്ലാം കേട്ടു. അത് കേട്ടതിന് ശേഷം ശരിക്കും പറഞ്ഞാൽ നമ്മുടെ പുള്ളി അതിന് മുന്നേ ഒരു കാര്യം കൂടെ ചോദിച്ചു, എങ്ങനെയാണ് ഫുള്ള് വീടായിട്ട് പണിയുന്നുണ്ടോ അതോ ഡിസൈൻ മാത്രം ചെയ്താൽ മതിയോ. അതായത് നമ്മൾക്ക് വേണ്ട കാര്യങ്ങളൊക്കെ പുള്ളി ഇങ്ങോട്ട് തന്നെ ചോദിക്കുകയാണ്. അപ്പം നമ്മൾ പറഞ്ഞു നമ്മൾ ഫുള്ളാണ് ചെയ്യാൻ വേണ്ടി പോകുന്നത്. അപ്പം അതിൻ്റെ പുറകെ നമുക്ക് കുറച്ച് ഓഫേഴ്സ് ഒക്കെ തന്നു. ഫുള്ള് വീട് പണിയാണെന്നുണ്ടെങ്കിൽ നമുക്ക് ഡിസൈൻ 2D വരെയുള്ള കാര്യങ്ങളൊക്കെ ഫ്രീ ആണ്. അപ്പോൾ ആ കാര്യങ്ങളൊക്കെ നമ്മൾ ചെയ്തു തരും. അപ്പം ആ ഒരു കൺവിൻസ് ചെയ്യിപ്പിച്ചു. ഒരു ക്ലയന്റിനെ സംബന്ധിച്ച് ഏറ്റവും കൂടുതൽ ആവശ്യമുള്ള, അതായത് ഫസ്റ്റ് മീറ്റിംഗ് ആണ്. അപ്പൊ ആ ഫസ്റ്റ് മീറ്റിംഗിൽ എന്താണ് വേണ്ടതെന്നുള്ളത് അതെ ആ ഒരു IQവിന്റെ ഭാഗത്തുനിന്ന് നമുക്ക് ഭയങ്കര പോസിറ്റീവായിട്ട് തോന്നി. അപ്പം നമ്മൾ പിന്നെ നമ്മുടെ സജഷൻസ് എല്ലാം കാര്യങ്ങളൊക്കെ പറഞ്ഞു. അപ്പം അവർ പറഞ്ഞു നമുക്ക് സൈറ്റ് വിസിറ്റ് ചെയ്യാം. അപ്പോൾ വിസിറ്റ് ചെയ്യാൻ വേണ്ടി പറഞ്ഞ സമയത്ത് തന്നെ ആൾക്കാർ വരുന്നു, അവർ പ്ലാനുകളും കാര്യങ്ങളൊക്കെ ഉണ്ടാക്കുന്നു. എന്നിട്ട് നമുക്ക് ഈ 2D എന്ന് പറയുന്ന സാധനം ഒരു 3 ആർക്കിടെക്റ്റിനെ വെച്ചിട്ടാണ് ഇവർ വരപ്പിച്ച് നമ്മുടെ ഈ തന്നത്. അപ്പം ഒന്നല്ല, അപ്പം നമ്മൾ ഐഡിയാസ് പറഞ്ഞതിന് നമുക്ക് കിട്ടുന്ന 3 ഔട്ട്പുട്ടാണ്. അതിൻ്റെ അകത്തുനിന്ന് നമ്മൾ ഒരെണ്ണം സെലക്ട് ചെയ്തിട്ടാണ് നമ്മൾ പിന്നെ ഹാൻഡ് ഷേക്ക് ചെയ്ത് നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം എന്നുള്ളൊരു പ്രോസസ്സിലോട്ട് എത്തുന്നത്. അപ്പം അവിടെയൊക്കെ നടന്ന ഒരു സംഭവം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് എന്താണ് വേണ്ടത് എന്നത് ക്ലയൻറ്റിനോട് എപ്പോഴും അതിപ്പം അവിടെ നിന്ന് വിളിച്ചുകൊണ്ടിരുന്നു. അതായത് നമ്മൾ ഡിസൈൻ തുടങ്ങുന്ന സമയത്താണെങ്കിൽ പോലും അവർ സാർ ഇതല്ലേ വേണ്ടത്, എങ്ങനെയാണ് റൂമിൻ്റെ വലിപ്പം എന്താണ്. അപ്പം എന്ന് വെച്ചാൽ നമ്മളെ സംബന്ധിച്ച് നമുക്ക് റൂമിൻ്റെ വലിപ്പം ഒന്നും പറയാൻ വേണ്ടിയുള്ള നോളജ് ആ സമയത്ത്. അപ്പം നമ്മളിങ്ങനെ പറഞ്ഞു നമ്മൾ ഇത്രയാണ് നമ്മുടെ ഒരു ബഡ്ജറ്റ് ഇതാണ്, ആ ബഡ്ജറ്റിനുള്ളിൽ നിൽക്കുന്നത് പോലെ നമ്മുടെ റിക്വയർമെന്റ്സുകളൊക്കെ കവർ ആകുന്ന ഒരു ഡിസൈനാണ് വേണ്ടത്. അപ്പം അങ്ങനെ നമുക്ക് 3 ഔട്ട്പുട്ട് കിട്ടുന്നു. അപ്പം തന്നെ നമ്മൾ ഹാപ്പിയാണ്. എന്ന് വെച്ചാൽ നമ്മളൊരു റിക്വയർമെന്റ് വേണ്ട ഒന്നിൽ മാത്രം ഒതുക്കാതെ 3 ആർക്കിടെക്ചറിനെ വെച്ചിട്ട് ഒരേ സമയം നമുക്കൊരു ഔട്ട്പുട്ട് വരുന്നു. അങ്ങനെയാണ് നമ്മൾ ശരിക്കും പറഞ്ഞാൽ IQ ആയിട്ടുള്ള ഫസ്റ്റ് ഹാൻഡ് ഷേക്കിംഗ് തീരുമാനിക്കുന്നത്. പിന്നെ ബാക്കിയുള്ള കാര്യങ്ങളൊക്കെ പതുക്കെ നമ്മൾ സ്റ്റാർട്ട് ചെയ്യാമെന്ന് അവർ പറഞ്ഞു നിങ്ങൾ ഇനി ഇങ്ങോട്ട് വരുവേ വേണ്ട, അതായത് ബാക്കിയുള്ള കാര്യങ്ങളെല്ലാം ഞങ്ങൾ തന്നെ ചെയ്തോളും. പക്ഷെ എന്നാലും നമുക്ക് ഫസ്റ്റ് ടൈം ആയതുകൊണ്ട് അവരൊരു വിശ്വാസക്കുറവ് എന്നുള്ള രീതി തന്നെ ഉണ്ട്. പക്ഷേ പണി തുടങ്ങിയപ്പോൾ തൊട്ട് എപ്പോഴും ആൾക്കാർ എവിടെയുണ്ട്. ഇപ്പം കൂടുതലും പിന്നെ പണിയുന്ന ആൾക്കാർ എല്ലാവരും തന്നെ മലയാളികളാണ്. ആ ഒരു അതും കൂടെ നമ്മുടെ സൈഡിൽ നിന്ന് ഭയങ്കര പോസിറ്റീവായിട്ട് തോന്നി. പിന്നെ പ്രത്യേകിച്ച് എടുത്ത് പറയേണ്ടത് ബിൽഡിംഗ് സ്റ്റാർട്ട് ചെയ്തപ്പോൾ തൊട്ട് പിന്നെ നമ്മുടെ കോണ്ടാക്ട് എന്ന് പറയുന്നത് അവരുടെ എഞ്ചിനീയറാണ് വിനീത്. അപ്പം ആ ഒരാളുടെ പേര് എന്ന് പറയുന്നത് നമുക്ക് പറയാതിരിക്കാൻ പറ്റില്ല.
അതുപോലെ സപ്പോർട്ടീവ് ആയിട്ടുള്ള എഞ്ചിനീയർ. അപ്പോൾ സാധാരണ എഞ്ചിനീയേഴ്സ് എന്നൊക്കെ പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മൾ എന്തെങ്കിലുമൊക്കെ പറഞ്ഞിട്ടുണ്ടെങ്കിൽ സാർ അത് വേണ്ട, ഇങ്ങനെയാണ് ചെയ്യേണ്ടത്. പക്ഷേ വിനീതിനെ സംബന്ധിച്ച് എന്താണ് ക്ലയൻറ്റിൻ്റെ ആവശ്യം, ഇപ്പം എന്തെങ്കിലും നമ്മൾ ചെയ്തുകൊണ്ടിരിക്കുന്ന തുടങ്ങിക്കഴിഞ്ഞ ശേഷമായിരിക്കും പറയുന്നത് വിനീത് അത് ശരിയായില്ല, അല്ലെങ്കിൽ നമുക്ക് വേറൊരു മോഡൽ മാറ്റി പിടിക്കാം. ശരി സാർ, മാറ്റി പിടിക്കാം. അപ്പം ഒരു കാരണവശാൽ പോലും ക്ലയൻറ്റിനോട് ഒരു അപമര്യാദയായിട്ട് പെരുമാറാതെ എന്താണ് ക്ലയൻറ്റിൻ്റെ ആവശ്യം അത് അതുപോലെ തന്നെ ചെയ്തു തരുന്ന ഒരു എഞ്ചിനീയർ ആയിരുന്നു. അപ്പം അതുപോലെ തന്നെ സൂപ്പർവൈസേഴ്സ്, ഇപ്പം എഞ്ചിനീയർ ഇല്ലാത്ത സമയത്ത് നമ്മൾ ക്ലയൻറ്റുമായിട്ട് പിന്നെ കൂടുതൽ നമ്മൾ സപ്പോർട്ട് ചെയ്യുന്നത് സൂപ്പർവൈസേഴ്സാണ്. അപ്പം അവരും ഇത് പറഞ്ഞിരിക്കുന്ന പോലെ എല്ലാ കാര്യങ്ങൾക്കാണെങ്കിലും ഇപ്പം സ്പെഷ്യലി നമ്മൾ എന്തെങ്കിലും ഇപ്പം മെറ്റീരിയൽ ഇപ്പം കയ്യിലെടുക്കാൻ വേണ്ടി പോകുന്ന സമയത്തൊക്കെ ആണെങ്കിൽ പോലും ഇവർ കൂടെ നിന്നിട്ട് എന്താണ് ആവശ്യം, നിങ്ങൾ എത്രയാണ് നിങ്ങളുടെ ബഡ്ജറ്റ്, എത്രയാണ് ആ ബഡ്ജറ്റിനുള്ളിലുള്ള ടൈലുകൾ, പിന്നെ ഇവർ തന്നെ ഓപ്ഷൻസ് തരും നമുക്ക് കാര്യം. അപ്പോൾ സാറ് ഇതായിരിക്കും നിങ്ങളുടെ ബഡ്ജറ്റിന് പറ്റിയ സാധനം ഇതായിരിക്കും, ഇല്ലെങ്കിൽ ബഡ്ജറ്റിന് മുകളിലോട്ട് പോയിട്ടുണ്ടെങ്കിൽ ഇത് നിങ്ങളുടെ കയ്യിൽ നിന്ന് ഇത്ര എക്സ്ട്രാ വരും. അപ്പം അങ്ങനെയുള്ള കാര്യങ്ങൾ, അതായത് നമുക്കറിയത്തില്ലാത്ത കാര്യങ്ങളെക്കുറിച്ച് എല്ലാ ലെവലിലുള്ള കാര്യങ്ങളെക്കുറിച്ച് അവർ നമുക്ക് ഇങ്ങോട്ടൊരു നമുക്കും കുറച്ചുകൂടെ ഇൻപുട്ടുകൾ തന്നുകൊണ്ടിരിക്കും. അപ്പോൾ അത് വെച്ച് നോക്കുമ്പോൾ നമ്മൾ ഭയങ്കര ഹാപ്പി ആയിരുന്നു. അതായത് ഒരു ഇവർക്ക് വേണമെന്ന് വെച്ചാൽ നമ്മളോട് പറയേണ്ട കാര്യമൊന്നുമില്ല, ക്ലയൻറ്റ് ഇതാണ് പറഞ്ഞിരിക്കുന്നത്, ഇത് മാത്രം ചെയ്താൽ മതി. പക്ഷേ അവർ പറയും ഇതാണ് ബെസ്റ്റ് ഓപ്ഷൻ, ഇതാണ്, അത് ചെയ്യുവാണെങ്കിൽ സാറിന് ഗുണമുണ്ട്, അല്ലെങ്കിൽ മറ്റു ഓപ്ഷനാണ് ചെയ്യുന്നതെങ്കിൽ സാറിന് കുറച്ച് ദോഷങ്ങളുണ്ടാകും. അപ്പം ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ എപ്പോഴും ഇവര് ഒരു ക്ലയന്റ് എന്ന നിലയ്ക്ക് വേണ്ടുന്നതും അതാണ്. അതെ 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 അതെ. അപ്പം നമ്മൾ ആ ഒരു രീതിയിൽ ഭയങ്കര സപ്പോർട്ടീവ് ആയിരുന്നു ഐക്യുവിന്റെ ഭാഗത്തു നിന്നുണ്ടായിട്ടുണ്ടായിരുന്നത്. മെയിൻ കാരണം എന്ന് പറഞ്ഞാൽ ഞങ്ങൾ രണ്ടുപേരും വർക്കിംഗ് ആണ്, അപ്പൊ എന്നും ഓഫീസിൽ പോകണം. അപ്പൊ നമുക്ക് എന്നും സൈറ്റ് വന്ന് വിസിറ്റ് ചെയ്യാനുള്ള ബുദ്ധിമുട്ടുണ്ട്. അപ്പൊ അതാണ് നമ്മൾ മെയിൻ ആയിട്ട് ഫസ്റ്റ് ചെന്നപ്പോഴേ പറഞ്ഞത്. അപ്പൊ അനൂപ് പറഞ്ഞത് നിങ്ങളത് പേടിക്കേ വേണ്ട, നിങ്ങൾ വിസിറ്റ് ചെയ്യേണ്ട ആവശ്യമില്ല, നമുക്ക് ക്യാമറയൊക്കെ സൈറ്റിൽ പ്ലേസ് ചെയ്ത് നമുക്ക് എന്നും കാണാൻ പറ്റും പണിക്കാർ വന്നിട്ടുണ്ടോ, വർക്കിംഗ് കാര്യങ്ങളെല്ലാം ക്യാമറ നോക്കിയാൽ മാത്രം മതിയായിരുന്നു. നമ്മൾ സൈറ്റിലേക്ക് വിസിറ്റ് വളരെ കുറവായിരുന്നു. ലാസ്റ്റ് പണി തീരാറായപ്പോൾ ഇന്റീരിയലും കാര്യങ്ങളൊക്കെ വന്നപ്പോൾ നമ്മൾ എല്ലാ ദിവസവും വരാൻ തുടങ്ങിയത്. അപ്പൊ അത് ഭയങ്കര ഒരു എപ്പോഴും വിനീത് എപ്പോഴും അവൈലബിൾ ആയിരിക്കും. നമ്മളിപ്പോ ഒരു കാര്യം സ്റ്റെയറിന്റെ ആ ഒരു ഡിസൈൻ തന്നെ പറഞ്ഞില്ലേ, അത് ആദ്യം വേറൊരു മോഡലാണ് ഞാൻ കൊടുത്തിരുന്നത്. അപ്പൊ വിനീത് ഓക്കെ അത് ചെയ്യാം എന്ന് പറഞ്ഞിട്ടാണ് പിന്നെ എനിക്ക് ഈ ഒരു ഐഡിയ ബ്രദർ സജസ്റ്റ് ചെയ്ത് അത് പറഞ്ഞപ്പോഴേക്കും വിനീത് പറഞ്ഞു ഓക്കെ മാഡം എങ്കിൽ ഇത് ചെയ്യാം, ഇതാണ് കുറച്ചുകൂടെ യൂണീക്ക് എന്ന് പറഞ്ഞിട്ട് ഒരു ആദ്യം ഇതല്ലേ പറഞ്ഞു, അങ്ങനെ ഒന്നും പറയാതെ ശരി ഇത് ചെയ്യാന്ന് പറഞ്ഞിട്ട് അത് ചെയ്തു തരുവാണ് ചെയ്തത്. നോ എന്നൊരു കാര്യം ഐക്യന് വന്നിട്ടില്ല. നമ്മൾ എന്ത് പറഞ്ഞാലും ഓക്കെ അതാണ്. പിന്നെ കളർ തീമിന്റെ കാര്യം പറഞ്ഞല്ലോ, അതിൽ അനൂപിന്റെ ഒരു ഇത് വന്നിട്ടുണ്ട് കേട്ടോ. നമ്മള് ബ്ലൂ കുറച്ചധികം ഫ്രണ്ടിലൊക്കെ കുറച്ചുകൂടെ വന്നിട്ടുണ്ട്. അപ്പൊ അനൂപ് വന്ന് സജഷൻ പറഞ്ഞു ഒരുപാട് ബ്ലൂ ആയാലോ നമുക്കൊരു ഫ്രണ്ടിലേക്ക് ഒരു പ്രശ്നമാകും, അതുകൊണ്ട് അവിടെ ബ്ലൂ വേണ്ട, വൈറ്റ് ആയിരിക്കും കുറച്ചുകൂടെ നല്ലതെന്ന് പറഞ്ഞാൽ അനൂപിന്റെ ഭാഗത്ത് നല്ലൊരു സപ്പോർട്ട് വന്നിട്ടുണ്ട് അതിൽ. സോ നമ്മൾ ഇത്രയും നേരം ഒരു പേര് ഇവിടെ കേട്ടോണ്ടിരിക്കുകയായിരുന്നു, ഐക്യു ആർക്കിടെക്ചർ ഡിസൈൻസ് ആൻഡ് കൺസ്ട്രക്ഷൻസ്. അപ്പോൾ ഐക്യു ആർക്കിടെക്ചർ ഡിസൈൻസ് ആൻഡ് കൺസ്ട്രക്ഷൻസിന്റെ ആർക്കിടെക്ചറും എല്ലാത്തിലും ഉപരി മാനേജിംഗ് ഡയറക്ടറും ആയിട്ടുള്ള അനൂപ് സാറിനെ ഞാൻ നമ്മളോടൊപ്പം ജോയിൻ ചെയ്യാനായിട്ട് ഇൻവൈറ്റ് ചെയ്യാണ്. ഹായ് സർ. യെസ്. അപ്പൊ ബൈ ചേട്ടാ, ഇനി നമുക്ക് കുറച്ച് അനൂപ് സാറുമായിട്ട് കൂടെ ഒന്ന് സംസാരിച്ചാലോ? അപ്പൊ എനിക്ക് തോന്നുന്നു നിങ്ങളുടെ ആ ഒരു കംപ്ലീറ്റ് ജേർണിയിൽ കൂടെ ഉണ്ടായിരുന്ന മെയിൻ ആളാണ് ഇപ്പൊ എന്റെ കൂടെ ഇരിക്കുന്നത്. പറഞ്ഞല്ലോ ആദ്യത്തെ ഒരു ഫോൺ കോളിൽ തന്നെ ഒരു പോസിറ്റീവ് വൈബ് തന്ന ആളാണ്. അപ്പൊ ആ ഒരു പോസിറ്റീവ് വൈബാണ് ഇന്നിപ്പം അനുവിനെ ഇവിടെ കൊണ്ടുവന്ന് നമ്മുടെ ഫ്രണ്ടിൽ ഇട്ടേക്കുന്നത്. എല്ലാ കാര്യങ്ങൾക്കും നമ്മള് ശരിക്കും പറഞ്ഞാൽ നമ്മളൊരു വീട് വെക്കുമ്പോൾ നമ്മുടെ വീട്ടുകാരായിരിക്കും ഏറ്റവും കൂടുതൽ കാര്യങ്ങളൊക്കെ നോക്കി അത് ഫ്രണ്ടിലുണ്ടാകുന്നത്. പക്ഷേ ഈ ഒരു കാര്യത്തിൽ നമുക്കുള്ള എല്ലാ ഇൻപുട്ടുകളും തന്നത് ഇതെങ്ങനെയല്ല സാർ, ഇത് മറ്റേ രീതിയിൽ ചെയ്യുവാണെങ്കിൽ അതായിരിക്കും നല്ലത് എന്ന് പറയുന്നത് ഉപ്പ് തൊട്ട് കർപ്പൂരം വരെയുള്ള എല്ലാ സജഷൻസുകളും ആദ്യം തൊട്ട് വീട് പണി തൊട്ട് നമ്മൾ കല്ലിടുന്ന ദിവസം തൊട്ട് പാല് കാച്ചുന്ന ദിവസം വരെ നമ്മുടെ കൂടെ എല്ലാത്തിനും ഫ്രണ്ടിൽ നിന്ന ആളാണ്. അപ്പൊ സജഷൻസ് മാത്രമല്ല, ഇപ്പൊ നമ്മൾ ഇരിക്കുന്ന കട്ടൻ വരെ, അപ്പം ഈ കട്ടൻ വരെ എന്ത് കട്ടൻ വേണം എന്ന്, അല്ലെങ്കിൽ ഇത് ചെയ്യുന്നതായിരിക്കും നല്ലത് എന്ന് പറഞ്ഞിട്ട് അവിടെ തന്നെ നമ്മൾ ഡിസ്കഷൻ ചെയ്യുന്നപ്പോൾ തന്നെ ഫോൺ എടുത്തിട്ട് നമുക്ക് ഏത് ആളുണ്ട് എന്ന് പറഞ്ഞിട്ട് ആളെ വിളിക്കുന്നു. അടുത്ത ദിവസം ഞങ്ങൾ മീറ്റ് ചെയ്യുന്നു. ഈ പറഞ്ഞിരിക്കുന്ന 4-ാം ദിവസം തന്നെ നമ്മൾ കട്ടൻ വന്ന് വീഴുന്നു. അപ്പൊ അതുപോലെയുള്ള ഈ എല്ലാ കാര്യങ്ങൾക്ക് പോലും സജഷൻസ് പറഞ്ഞാൽ പോസിറ്റീവ് സജഷൻസ് പറയും. ഇത് ചെയ്യേണ്ടാത്ത കാര്യങ്ങൾ എന്താണെന്നുള്ളത് ആ കാര്യങ്ങൾ കറക്റ്റ് ആയിട്ട് തന്നെ പറഞ്ഞുതരും. നമ്മൾ ഫ്രണ്ടിൽ ഒരു ബ്ലൂ കളർ പെയിന്റ് നമ്മൾ അടിച്ചിട്ടുണ്ടായിരുന്നു. അപ്പം അത് എൻ്റെ ഒരു നമ്മൾ ശരിക്കും പറഞ്ഞാൽ നമ്മുടെ 3D ഇല്ലാത്ത സാധനമായിരുന്നു. അപ്പം 3D ഇല്ലാത്ത സാധനം അഡീഷണലി ഞാൻ പറഞ്ഞിട്ടാണ് അത് ചെയ്യിപ്പിച്ചത്. പക്ഷെ അടിച്ചു കഴിഞ്ഞപ്പോൾ നമുക്കത് വേണ്ടായിരുന്നു തോന്നി, എല്ലാവർക്കും തോന്നി, പെയിന്റ് ചെയ്യുന്ന ആൾക്കാർക്ക് വരെ തോന്നി. അതിന് ഒരു തവണ കാണാൻ വേണ്ടി വരുന്നത് അത് നമ്മൾ പാലുകാച്ചിന് 2 ആഴ്ച മുന്നെയാണ്
അനൂപ് സൈറ്റ് യൂസിന് വന്നപ്പോൾ തന്നെ പറഞ്ഞു അത് വേണ്ട, അത് കളഞ്ഞേര് എന്നാ അവരോട് പേജേഴ്സിനോട് പറഞ്ഞിട്ട് പോകുന്നു. അപ്പം അതിന് മുന്നേ നമ്മളത് പറഞ്ഞാണ്. പക്ഷെ അതുപോലെയാണ്, അത് പുള്ളിക്ക് അത് വേണ്ട, അത് മോശമാണ് എന്നുള്ളത് പുള്ളിക്ക് അത് ക്ലൈന്റിനോട് പറയാനും പറ്റും. അത് ചെയ്ത് സാറ് ശരിയായില്ല, അതുകൊണ്ട് അത് മാറ്റണമെന്ന്. അതിനാണ് അത്രമാത്രം ഒരു സ്വാതന്ത്ര്യം കൂടെ പുള്ളിക്ക് ഉണ്ടായിരുന്നു. അപ്പം അത്രമാത്രം നമ്മളെ സപ്പോർട്ട് ചെയ്യുന്നുണ്ട്. എല്ലാ കാര്യങ്ങൾക്കാണെങ്കിൽ പോലും നമുക്ക് ഭയങ്കരമായിട്ട് സപ്പോർട്ട് ചെയ്ത് പോസിറ്റീവ് ഫീഡ്ബാക്ക്, നെഗറ്റീവ് ഫീഡ്ബാക്ക്, പിന്നെ അക്കൗണ്ടിൻ്റെ കാര്യങ്ങളാണെങ്കിൽ പോലും നമുക്കൊരു ഡീലേ വന്നപ്പോൾ പോലും ആള് ഭയങ്കരമായിട്ട് സപ്പോർട്ട് ചെയ്ത് ഇതിപ്പം വേണ്ട, നമുക്ക് വീട് പണി ഓൺ ചെയ്ത് തന്നെ പോകാം എന്നുള്ള രീതിയിൽ തന്നെ നിന്ന ആളാണ്. അപ്പം അതൊരു ഭയങ്കര പോസിറ്റീവ് ഫീഡ്ബാക്കാണ്. പിന്നെ ചെറുപ്രായമാണ് ആണെങ്കിൽ പോലും പ്രായത്തില് അനൂപിനെ എപ്പോ നമ്മള് മീറ്റ് 2-3 പ്രാവശ്യം ചെന്നിട്ടുള്ളൂ മീറ്റ് ചെയ്യാനായിട്ട്. എപ്പോ മീറ്റ് ചെയ്യാനും ചെന്നാലും തിരിച്ചു വരുമ്പോ നമുക്ക് ഭയങ്കര ഹാപ്പി ആയിട്ട് നമ്മൾ പോകുള്ളൂ. അത് നമ്മൾ എപ്പോഴും ഡിസ്കസ് ചെയ്യുന്നതാണ്. അനൂപിനെ ഒന്ന് വിളിച്ച് സംസാരിച്ച ഭയങ്കര നിങ്ങളുടെ മനസ്സിൽ കുറെ ടെൻഷനും കാര്യങ്ങളൊക്കെ ഉണ്ട്. അനൂപ് സാർ അങ്ങനെ സംസാരിക്കുമ്പോൾ എല്ലാം കംപ്ലീറ്റ് ഒരു സ്പെഷ്യൽ കേസ് പറയാൻ വേണ്ടിയുണ്ട്. അതായത് നമ്മള് ഇന്റീരിയർ നമ്മൾ ഇനിഷ്യൽ നമ്മുടെ പ്ലാനിലില്ലായിരുന്നു. ഇനിഷ്യൽ പ്ലാൻ ഇല്ലാന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മള് കോഡ് തന്നിരിക്കുന്നത് ബിൽഡിങ്ങിന് മാത്രമാണ്. അപ്പം അഡീഷണലി ഇന്റീരിയർ ചെയ്യാൻ ഐക്യു തന്നെയാണ് ചെയ്യുന്നതെന്നുള്ള തീരുമാനമൊന്നും ഇനിഷ്യൽ പ്ലാൻ ഇല്ലായിരുന്നു. ഒരു പകുതി ആയി കഴിഞ്ഞപ്പോഴാണ് നമ്മളത് ഇന്റീരിയർ കൂടെ നമ്മൾ ചെയ്യാം എന്നുള്ള രീതിയിലാണ് വന്നത്. പക്ഷെ നമ്മൾ അതിൻ്റെ ഇനിഷ്യൽ കോട്ടും കാര്യങ്ങളൊക്കെ വന്നപ്പം നമുക്ക് ഒരു ബഡ്ജറ്റിൽ ഒതുങ്ങാത്ത ഒരു ഡിസ്കഷൻ ഉണ്ടായിരുന്നു. അപ്പം നമ്മൾ ഇനിഷ്യലി ഇങ്ങനെ പ്ലാൻ ഒരു 1-2 മാസമൊക്കെ നമ്മൾ ഡിസ്കഷനൊക്കെ പോയി. പക്ഷെ നമ്മുടെ ബഡ്ജറ്റുമായിട്ട് ശരിയാകുന്നില്ല. ഇനി അത് വേണം, മുമ്പിലോട്ട് കൊണ്ടുപോകണോ വേണ്ടെന്നൊരു ചിന്ത വരെ ഞങ്ങൾ കൊണ്ടുപോയി. അങ്ങനെ ഒരു ദിവസം എന്നാൽ അനുവിനെ വിളിച്ചിട്ട് അനുവിനെ ഒന്ന് ഓഫീസിൽ പോയി കാണാം. അപ്പം അന്ന് തീരുമാനം എടുക്കാൻ വേണ്ടിയാണ് ഞങ്ങൾ പോകുന്നത്. ഇത് വേണ്ട, ഇന്ത്യയിൽ ഞങ്ങൾ ചെയ്യണ്ട എന്നും പറഞ്ഞിട്ടാണ് ഞങ്ങൾ രണ്ടുപേരും കൂടെ ഓഫീസിൽ നിന്ന് ഒരു ഹാഫ് ഡേ ലീവ് എടുത്തിട്ട് നമ്മുടെ അനുവിന്റെ ഐക്യുവിൽ എത്തുന്നത്. പക്ഷെ അവിടെ നിന്ന് ശരിക്കും പറഞ്ഞാൽ ഞങ്ങളെ കോൺട്രാക്ട് സൈൻ ചെയ്യാൻ വേണ്ടിയാണ് നമ്മൾ തിരിച്ചു പോകുന്നത്. അപ്പൊ അവിടെ അത് അന്ന് പറഞ്ഞൊരു കാര്യം വൈസാറ് ഇപ്പൊ നമ്മൾ പറഞ്ഞു ഞങ്ങൾ ഇന്ത്യയിൽ ഞങ്ങൾ ഒരു മെറ്റീരിയൽ കുറച്ച് വില കുറഞ്ഞ മെറ്റീരിയൽ കൂടെ ചെയ്തോളാം. പക്ഷെ അന്ന് പറഞ്ഞ ഒരു കാര്യമുണ്ട്, സാറ് ഇത് ചെയ്യണ്ട, അത് ചെയ്യരുത്, അത് ചെയ്തായിട്ടുള്ള പ്രശ്നങ്ങളുണ്ട്. ഇപ്പം ആദ്യത്തെ ഉള്ള ഈ ബഡ്ജറ്റ് അങ്ങ് പോയി കഴിഞ്ഞിട്ട് പിന്നെ ഈ ബുദ്ധിമുട്ടുണ്ടാവും. നമ്മൾ നല്ല രീതിയിൽ ചെയ്തു തരാം. അപ്പം ബഡ്ജറ്റ് ഒന്നുകൂടെ അഡ്ജസ്റ്റ് ചെയ്ത് ശരിക്കും പറഞ്ഞാൽ അന്ന് 2 മണിക്കൂർ ഒരു ഡിസ്കഷൻ അവിടെ നടന്നു. ആ ഡിസ്കഷൻ കഴിഞ്ഞ് കഴിയുമ്പോൾ നമ്മൾ ഹാൻഡ് ഷേക്ക് എടുത്തത് ഓക്കെ, അത് നമുക്ക് ഇന്ത്യയിലെ കോൺട്രാക്ട് നാളെ തന്നെ ചെയ്യാം എന്നും പറഞ്ഞിട്ടാണ് ഞങ്ങൾ അവിടെ നിന്ന് ഇറങ്ങുന്നത്. അപ്പം അതാണ് നമ്മൾ പറഞ്ഞത്. അപ്പം അതായത് ഒരു ക്ലയന്റിന് എന്താണ് ആവശ്യം എന്നുള്ളത് ആൾക്ക് നല്ലപോലെ അറിയാം. അപ്പം അത് എങ്ങനെ ഹാൻഡിൽ ചെയ്യണമെന്ന് അറിയാം. അപ്പം ആ കാര്യങ്ങളൊക്കെ ഭയങ്കരമായിട്ട് നമ്മളെ ഹെൽപ്പ് ചെയ്തിട്ടുണ്ട്. എന്ന് വെച്ചാൽ നമ്മൾ എഞ്ചിനീയേഴ്സ് ആണ്, നമുക്ക് ഇങ്ങനെ ഈ ആർക്കിടെക്ചറിനെ കുറിച്ച് വലിയ കാര്യമായിട്ടുള്ള വിവരങ്ങളും കാര്യങ്ങളില്ല. അപ്പം എന്ത് മെറ്റീരിയൽ സെലക്ട് ചെയ്യണമെന്ന് പോലെയുള്ള കാര്യങ്ങൾ നമ്മൾ ഒരു എല്ലാവരുടെയൊക്കെ ചോദിച്ചിട്ടാണ് നമ്മൾ മനസ്സിലാക്കുന്നത്. പക്ഷെ അതിൻ്റെ ആവശ്യമില്ല, ഇങ്ങോട്ട് ചെന്നാൽ മതി. അപ്പൊ ചെയ്താൽ മതി. നമ്മളൊക്കെ അറിയില്ല, അപ്പൊ ബിൽഡേഴ്സ് ആകുമ്പോൾ അവരുടെ ലാഭത്തിന് വേണ്ടിയായിരിക്കും അവർ പറയുക. പക്ഷെ ഇവിടെ അങ്ങനെയല്ലെന്നാണ് എനിക്ക് മനസ്സിലായിട്ടുള്ളത്. ആണെങ്കിൽ ലാഭം ഉണ്ടാവും അത് കഴിഞ്ഞിട്ട്, പക്ഷെ അവിടെ തന്നെ പറഞ്ഞിട്ടും ഇത് ചെയ്തിട്ടുണ്ടെങ്കിൽ എനിക്ക് ഇത്ര ലാഭമുണ്ട്, ഇത് ചെയ്തിട്ടുണ്ടെങ്കിൽ അല്ലെങ്കിൽ നിങ്ങൾക്ക് ഇത്ര നഷ്ടം വരും ഉള്ള കാര്യങ്ങളൊക്കെ കറക്റ്റായിട്ട് നമ്മൾ പറഞ്ഞ് കൺവിൻസ് ചെയ്യിപ്പിച്ച് ഉള്ള ഒരു പോസിറ്റീവ് വൈബ് കൂടെ കൊണ്ടുവന്ന നമ്മുടെ തീരുമാനം വരെ കൊണ്ടുവന്ന ആളാണ്. അപ്പൊ ആ ഒരു കമ്പനിക്കും ആൾക്ക് മാത്രമല്ല ഈ പറഞ്ഞിരിക്കുന്ന എഞ്ചിനീയേഴ്സിനും അവരുടെ കൂടെയുള്ള വർക്ക് ചെയ്യുന്ന ഡിസൈനേഴ്സ് തൊട്ട് നമ്മുടെ കൂടെ വന്ന് എല്ലാ പണിക്കും ഓടി നിൽക്കുന്ന ആകർഷ ഉൾപ്പെടെയുള്ള എന്താണ് ആദർശ് നമ്മുടെ സൂപ്പർവൈസർ ആയിരുന്നു. നമുക്ക് നമ്മള് ബേസിക്കലി കോട്ടയംകാരാണ്. ഇപ്പൊ ട്രിവാൻഡ്രത്ത് കടകളും കാര്യങ്ങളൊക്കെ. അപ്പൊ ആദർശ് നമ്മുടെ കൂടെ എല്ലാ കാര്യത്തിലും ഒരു കിച്ചൺ സിങ്ക് വാങ്ങാൻ വരെ ആദർശ് കൂടെ വന്നിട്ടുണ്ട്. ലൈറ്റ്സും എല്ലാ കാര്യങ്ങളും നിങ്ങൾ പോയി കണ്ടുവെച്ചോ, ഞാൻ പോയി എടുത്തോളാം. അങ്ങനെ നൈറ്റ് 7 മണിക്കൊക്കെ ആദർശിന് എപ്പോഴും ആളുണ്ടാവും അവിടെ. പിന്നെ എന്തെങ്കിലും നമുക്കൊരു ടെൻഷൻ വന്നിട്ടുണ്ട്, വിനീതനെ വിളിച്ചാൽ അപ്പൊ തന്നെ എല്ലാം മേഡം ഒരു ടെൻഷൻ വേണ്ട, അത് നാളെ നമുക്ക് അതാണ് ഒരു ക്ലയന്റ് എന്ന നിലയിൽ വേണ്ടത് അല്ലേ. യെസ്. അപ്പൊ ഇനി എന്റെ അടുത്ത ചോദ്യം നമ്മുടെ അനൂപ് സാറിനോടാണ്. ഇവിടെ ബൈച്ചേട്ടനും അപർണയും വാതോരാതെ പറഞ്ഞുകൊണ്ടിരിക്കുന്ന ആളായിരുന്നു. അപ്പോൾ അനൂപ് സാർ, എന്റെ ചോദ്യം ഇതാണ്. ഇപ്പോൾ നിങ്ങളെ സംബന്ധിച്ച് ഓരോ ക്ലയൻസും കിങ് തന്നെയാണ്. ഓരോ വീടുകൾ അല്ലെങ്കിൽ ഒരു ഇത് ചെയ്ത് അവർക്ക് കീ ഹാൻഡ് ഓവർ ചെയ്യുമ്പോൾ എനിക്ക് തോന്നുന്നു ഒരുപക്ഷെ അവരെക്കാൾ ഏറ്റവും ഹാപ്പി ആവുന്നത് നിങ്ങളായിരിക്കും എന്ന് ആണ്. അപ്പം എന്താണ് ബൈച്ചേന്റെയും അപർണയുടെ ഈ ഒരു വീടിന്റെ കൺസ്ട്രക്ഷനും കാര്യങ്ങളുമായിട്ട് റിലേറ്റ് ചെയ്ത് അനൂപ് സാറിന് പറയാനുള്ളത്? സത്യത്തിൽ ഇപ്പൊ ഇത്രയും പറഞ്ഞപ്പോഴാണ് ഞാൻ എന്റെ വിലയെ കുറിച്ച് ഞാൻ തന്നെ മനസ്സിലാക്കുന്നത്. അല്ലാതെ എനിക്ക് ഇതിനെ കുറിച്ച് ഒരു കാര്യം അറിയത്തില്ല. എന്റെ ഒരു ഒറ്റ എത്തിക്സ് ഇത്ര മാത്രമേ ഉള്ളൂ. അവർക്ക് എന്താണോ കംഫർട്ടും ഹാപ്പിയും അതിനനുസരിച്ച് ചെയ്തു കൊടുക്കുക എന്നുള്ളതാണ്. അതിൽ അവരുടെ ബഡ്ജറ്റും കൂടെ കാറ്റഗറൈസ് ചെയ്ത് അവരുടെ ഹാപ്പിനെസ്സും കൂടെ നോക്കുക എന്നുള്ളതാണ് മെയിൻ കാര്യം.
ഇപ്പോൾ ബൈജു സാറിൻ്റെ കാര്യം പറയുവാണെങ്കിൽ, മാഡത്തിൻ്റെ കാര്യം പറയുവാണെന്നുണ്ടെങ്കിൽ എനിക്ക് നല്ലൊരു കംഫർട്ട് സ്പേസ് ഇവിടെ കിട്ടി. അവരുടെ ആ വർക്ക് ചെയ്യാനായിട്ടുള്ളതും അതേപോലെ അവർ എനിക്ക് എൻ്റെ അടുത്ത് തന്ന ആ ഒരു വിശ്വാസമാണ് ഞാൻ അതിനെ വർക്ക് പ്രൊഫഷണലായിട്ട് കൺവേർട്ട് ചെയ്ത് അതിനെ വർക്കായിട്ട് എടുത്തത്. അവർ എൻ്റെ അടുത്ത് 100% കാണിച്ച ആ ഒരു ട്രസ്റ്റിൻ്റെ ആ ഒരു ഇതിലാണ് നമുക്ക് അതേപോലെ നിൽക്കണമല്ലോ. നമ്മുടെ അടുത്ത് എങ്ങനെ നിൽക്കുന്നോ അതിൻ്റെ 10 ഇരട്ടി നമുക്ക് നിൽക്കുക. അപ്പോഴാണ് നമുക്ക് അതിൻ്റെ കൂടുതൽ റിസൾട്ട് കിട്ടുന്നത്. ഈ കാണുന്ന എല്ലാ ഐഡിയാസും കൂടുതൽ കോൺട്രിബ്യൂഷൻ്റെ ഐഡിയാസ് വന്നത് ഇവരിൽ നിന്ന് തന്നെയാണ്. ഇപ്പം എൻ്റെ ഐഡിയാസിൽ കുറച്ച് സജഷൻസ് മാത്രം ഞാൻ പറഞ്ഞു കൊടുക്കും. അവരൊരു 4 ഓപ്ഷൻ എനിക്ക് തരും. അതിൽ ഇത് കൊള്ളാമെന്നുള്ള ചൂസിങ് മാത്രമേ ഞാൻ നടത്തുന്നുള്ളൂ. ഇതിൻ്റെ അകത്തുള്ള ഇൻറ്റീരിയറിൻ്റെ എന്ത് വർക്ക് കാര്യങ്ങളാണെങ്കിലും അവരുടെ ഐഡിയാസിൽ നിന്ന് വന്നത് നമ്മൾ അതിനെ ഏതാണ് പ്രാക്ടിക്കലി നല്ലതാക്കാൻ പറ്റും അത് ചെയ്തെന്നേ ഉള്ളൂ. ഞാൻ കൂടുതലും അത് ഏത് ക്ലയൻ്റ് ആണെങ്കിലും അവരവരുടെ ഐഡിയാസ് ഉണ്ടെങ്കിൽ നമ്മളുടെ ആ ഒരു കൺസ്ട്രക്ഷനിൽ ഒരു പുതുമ ഉണ്ടായിരിക്കും. അല്ലെങ്കിൽ നമ്മളുടെ ഐഡിയാസ് തന്നെ അവർ ചെയ്യണം, ഇത് ചെയ്യണമെന്ന് വെച്ച് കഴിഞ്ഞാൽ അവസാനം നമ്മളൊരു കോമൺ ഫാക്ടറായിട്ട് മാറും. അപ്പൊ അതുകൊണ്ട് ഇവരുടെ ഐഡിയാസ് എന്താണെന്നുള്ള ക്യൂരിയോസിറ്റിയിൽ ചെയ്ത് അതിനെ വർക്കായിട്ട് കൺവേർട്ട് ചെയ്തെടുക്കുക എന്നുള്ളതാണ് നമ്മുടെ ലക്ഷ്യം. അപ്പൊ അതിനുള്ള ഒരുപാട് സ്പേസ് എനിക്ക് അവർ നല്ല രീതിയിൽ തന്നിട്ടുണ്ട്. അതേപോലെ നമ്മുടെ ടീമാണെങ്കിലും അപ്പൊ അവരുടെ സ്വന്തം വീട് കണക്ക് ചെയ്യുക. നിങ്ങൾക്ക് എന്ത് പ്രശ്നം ഉണ്ടെങ്കിലും നിങ്ങൾക്ക് ക്ലയൻസിന് ഒരിക്കലും ബുദ്ധിമുട്ടിപ്പിക്കരുത്. അവർക്ക് എന്ത് കാര്യം ഉണ്ടെങ്കിലും നിങ്ങൾ ചെയ്തു കൊടുക്കുക, ബാക്കി കാര്യങ്ങൾ ഞാൻ നോക്കിക്കോളാം, ധൈര്യമായിട്ടങ്ങ് ചെയ്തു കൊടുത്തു എന്നുള്ളൊരു ഒറ്റ പാറ്റേൺ മാത്രമേ ഞാൻ എൻ്റെ സ്റ്റാഫുകളുടെ അടുത്ത് എല്ലായിടത്തും പറഞ്ഞത്. അവരത് ഭംഗിയായിട്ട് അവരുടെ സ്വന്തം വീട് കണക്ക് തന്നെയാണ് ചെയ്യുന്നത്. അപ്പം ഞാൻ എന്തെങ്കിലും എൻ്റെ ഭാഗത്ത് തെറ്റുണ്ടെങ്കിൽ പോലും അവരെൻ്റെ അടുത്ത് വരെ പറഞ്ഞു തരും, സാർ അതെങ്ങനെയല്ലല്ലോ ഇങ്ങനെയല്ലേ എന്നൊരു ചോദ്യം. അപ്പം അതെനിക്ക് അംഗീകരിച്ച് അതിനെ കൺവേർട്ട് ചെയ്യാനുള്ള ഒരു ടെൻഡൻസി എനിക്കുള്ളത് കൊണ്ട് ഞാൻ അതിനനുസരിച്ച് ഹാപ്പി ആയിട്ട് തന്നെയാണ് ഒരു വർക്ക് ചെയ്തെടുക്കുന്നത്. നമുക്ക് സാധാ ഒരു വീട് ചെയ്യുമ്പോൾ ഭയങ്കര ടെൻഷനും കാര്യങ്ങളൊക്കെ ആയിരിക്കും പൊതുവെ. ഇത് കറക്റ്റ് ആവോ, നമുക്ക് വ്യക്തമായിട്ടുള്ള പ്ലാനിങ്ങും ചാർട്ടും വച്ചിട്ടാണ് നമ്മൾ ചെയ്യുന്നത്. അക്കൗണ്ട്സ് ആണെങ്കിലും എല്ലാ കാര്യങ്ങളാണെങ്കിലും നമുക്ക് ഈ ലിമിറ്റിൽ ഇവർക്ക് നടത്തി കൊടുക്കാൻ പറ്റും, ഇതിനനുസരിച്ച് നിൽക്കും. ഇപ്പം ഒരു സ്ട്രക്ചറൽ വർക്ക് മാത്രമായിട്ട് ചെയ്യാൻ വരുന്ന ഒരു ടീം കാണും. ഇപ്പം സ്ക്വയർ ഫീറ്റ് അതിന് ഒരു ബേസിക് എമൗണ്ട് ആയിരിക്കും എല്ലായിടത്തും പറയുന്നത്. എല്ലാവരുടെയും വിചാരം അതിൽ മാത്രം എല്ലാം ഒതുങ്ങി തീരുമെന്നാണ്. ഞാൻ വരുന്ന എല്ലാ ക്ലയൻസിൻ്റെ അടുത്ത് പറയും, അതല്ല, ഇനി ഇങ്ങനത്തെ കുറച്ച് കാര്യങ്ങളുണ്ട്, അതിന് നിങ്ങൾ കണ്ടെത്തണം, ഇങ്ങനെ കണ്ടെത്തണം എന്നുള്ള വ്യക്തമായിട്ട് ചാർട്ട് കൊടുത്തിട്ട് മാത്രമേ ഞാൻ അവരെ ഇത് ഫീൽഡിലോട്ട് ഇറക്കും. അപ്പം അവരതിനനുസരിച്ച് ആദ്യമേ അവർ സ്ക്വയർ ഫീറ്റിൽ ചിലപ്പോൾ അഡ്ജസ്റ്റ് ചെയ്യാം, അല്ലെങ്കിൽ എന്തെങ്കിലും വർക്കൗട്ട്സ് ഒക്കെ ആദ്യമേ ചെയ്തെടുക്കുക. എനിക്ക് ഇവിടെ കിട്ടിയ ഒരു ഏറ്റവും ബെസ്റ്റ് തിങ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എനിക്ക് കംഫർട്ടായിട്ടുള്ള സ്പേസ് അവരൊരുക്കി തന്നു എന്നുള്ളതാണ്. അപ്പൊ അതുകൊണ്ട് എനിക്ക് ഈ വീട് നമ്മുടെ ടീമിനെ കൊണ്ട് വളരെ മനോഹരമാക്കി അത്രേ ഉള്ളൂ. അത് ഏത് വീടാണെങ്കിലും അങ്ങനെ തന്നെ, ഏത് വീടാണെങ്കിലും അങ്ങനെ തന്നെ. അപ്പൊ അതുകൊണ്ട് ഞാൻ വളരെ ഹാപ്പിയാണ്. ഞാൻ ഈ വീട് ചെയ്തിപ്പോൾ ഒരു എൻഡിങ് ചെയ്ത് ഇപ്പം മുമ്പ് ചെയ്തിട്ടുള്ള വർക്കുകളാണെങ്കിലും ഓരോ ക്ലയൻസിനും അവരുടേതായിട്ടുള്ള സ്പെഷ്യാലിറ്റീസ് ഉണ്ട്. എല്ലാവരും നമ്മളുടെ ഒരു ഫാമിലി കണക്ക് തന്നെയാണ്. എനിക്കൊരു മുമ്പത്തെ സമയത്താണ് നമ്മൾ പറയുന്ന ഒരു ഡിസൈൻ അവർ ചെയ്യുന്നത്. ഇപ്പൊ അങ്ങനെയല്ല. പണ്ടത്തെ ഒരു സാഹചര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എഞ്ചിനീയേഴ്സ് ആണ് ഡിസൈൻസ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. അപ്പൊ ആ സമയത്ത് എഞ്ചിനീയേഴ്സ് അന്ന് ലിമിറ്റഡ് ആണ്, നല്ല എക്സ്പീരിയൻസ്ഡ് ആയിട്ടുള്ള. അപ്പൊ അവരൊരു പ്ലാൻ അങ്ങ് തരും, നിങ്ങൾ ഇത് ചെയ്താൽ മതി, ഇങ്ങനത്തെ ഐഡിയാസ് മതി, വേറെ ഒന്നും വേണ്ട. എനിക്ക് അപ്പോൾ സാർ അത് മതി, ഇതിൽ ഈ ഡോർത്തി മാറ്റാൻ പറ്റൂല, അത് വൃത്തിയിടാവും. ഈ രീതിയിലുള്ള കോൺസെപ്റ്റിലാണ് പണ്ടത്തെ ഒരു കാലഘട്ടത്തിൽ അവരുടെ ഇത് പോയത്. ഇപ്പം കാലം മാറി, പുതിയ ഐഡിയാസ് വന്നു, അവർക്ക് കുറെ റിക്വയർമെന്റ്സ് ഉണ്ട്. അപ്പം നമുക്ക് അതിനുണ്ടാക്കുന്ന സൗകര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവർക്കൊരു എഡിറ്റിംഗ് ഓപ്ഷൻസ് ആണ്. അവരുടെ ഇഷ്ടത്തിന് അവരുടെ മനസ്സിൽ ഇണങ്ങിയ കംഫർട്ടിന് എത്തിക്കുക എന്നുള്ളതാണ്. അപ്പോൾ അതിന് നമ്മളൊരു ഡിസൈൻ സെക്ഷൻ തന്നെ നമുക്കുണ്ട്. അപ്പോൾ നമ്മളിപ്പോൾ ഒരു ക്ലയൻറ്റിന് ഒരു ഡിസൈൻ കൊടുക്കുമ്പോഴാണെങ്കിൽ ഇപ്പോൾ നമ്മളൊരു 2-3 മോഡൽസ് ഒക്കെ കൊടുക്കും. അതിൻ്റെ അകത്ത് ഒരു ഓപ്ഷൻ നിങ്ങൾക്ക് തിരഞ്ഞെടുത്ത് ബാക്കി വർക്കൗട്ട് ചെയ്തെടുക്കാം എന്നുള്ളൊരു. അതിൻ്റെ അകത്ത് പിന്നെ കറക്ഷൻസ് ഒരുപാട് നടക്കും. അത് ഫൈനലൈസ് ചെയ്ത് കഴിഞ്ഞ് നമ്മൾ 3Dയിലോട്ട് കൺവേർട്ട് ചെയ്യും. പിന്നെ ബാക്കിയുള്ള പ്രൊസീജിയേഴ്സ് ഒക്കെ അതിൻ്റെ കൂട്ടത്തിൽ നടക്കും. ഇതാണ് നമ്മളുടെ പാറ്റേൺ എന്ന് പറഞ്ഞത്. മാക്സിമം നമ്മൾ ഒരു 80% ഒരു ആർക്കിടെക്ട്സിൻ്റെ കഴിവല്ല ഉണ്ട്, അതിലുപരി ക്ലയൻസിൻ്റെ ഐഡിയാസ് ആണ് വെച്ച് നമ്മൾ വർക്കൗട്ട് ചെയ്യുന്നത്. അപ്പോൾ അനൂപ് സാർ, താങ്ക് യു സോ മച്ച്. ഈ ബിസി ഷെഡ്യൂളിനിടയിൽ നിന്ന് നമ്മളോടൊപ്പം ജോയിൻ ചെയ്തതിൽ ഒരുപാട് സന്തോഷമുണ്ട്. എനിക്ക് എന്നെക്കാൾ സന്തോഷം ബൈചേട്ടനും അപർണയ്ക്കുമാണ്. അപ്പോൾ ബൈചേട്ട, അപർണ, നിങ്ങളുടെ ഈ ഒരു പ്രഷ്യസ് ആയിട്ടുള്ള ടൈം ഞങ്ങൾക്ക് വേണ്ടി തന്നതിൽ ഒരുപാട് സന്തോഷം അറിയിക്കുകയാണ്. ആൻഡ് ഓൾസോ എല്ലാവിധ ആശംസകൾ അറിയിക്കുന്നു. ഇത് ബൈചേട്ടൻ്റെയും അപർണയുടെയും അമ്മുക്കുട്ടിയുടെയും ഒരു സ്വപ്ന സാക്ഷാത്കാരം തന്നെയാണ് ഈ ഒരു വീടെന്ന് പറയുന്നത്. അപ്പോൾ അവിടെ ഇരുന്ന് ഇത്രയും സന്തോഷമായിട്ട് നമുക്ക് സംസാരിക്കാൻ പറ്റിയതിൽ ഒരുപാട് നന്ദിയുണ്ട്, ഇത്രയും സമയം ഞങ്ങൾക്ക് തന്നതിൽ. അപ്പോൾ എല്ലാവിധ ആശംസകളും അടിപൊളിയായിട്ട് വരട്ടെ എന്ന് ആശംസിക്കുന്നു. താങ്ക് യു സോ മച്ച് ബൈചേട്ടാ, അപർണ, അമ്മുക്കുട്ടി, താങ്ക് യു. നിങ്ങളുടെ മനസ്സിൽ വീടെന്നൊരു സ്വപ്നമുണ്ടോ? നിങ്ങൾ ട്രിവാൻഡ്രം, കൊല്ലം ജില്ലയിൽ എവിടെയെങ്കിലും വീട് വെക്കാനായിട്ട് പ്ലോട്ട് വാങ്ങിയിട്ടിരിക്കുന്നവരാണോ?
എങ്കിലിതാ നിങ്ങളുടെ മനസ്സിൽ ആഗ്രഹിച്ച പോലെ ഒരു സ്വപ്ന ഭവനം നിങ്ങൾക്ക് സാക്ഷാത്കരിക്കാൻ പോവുകയാണ്. നിങ്ങളുടെ ബഡ്ജറ്റിനനുസരിച്ച് നിങ്ങളുടെ ആഗ്രഹം പോലൊരു വീട് നിർമ്മിക്കാനായിട്ട് IQ ആർക്കിടെക്ചർ ഡിസൈൻ ആൻഡ് കൺസ്ട്രക്ഷൻസിനെ കോൺടാക്ട് ചെയ്യുക. ഫോർ മോർ ഡീറ്റെയിൽസ് ആൻഡ് എൻക്വയറി ഈ നമ്പറിൽ കോൺടാക്ട് ചെയ്താൽ മതി.